ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപേ പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നു. ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനങ്ങൾ എന്ന റിപ്പോർട്ട് രാവിലെ മുതൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരവുമായ ലാഹോറിലും അതിനു പിന്നാലെ കറാച്ചിയിലുമാണ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ലാഹോറിൽ വാൾട്ടൺ എയർഫീൽഡിന് സമീപം 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്തർദേശീയ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 3 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. ഡ്രോൺ ആക്രമണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഒരു വശത്ത് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോഴാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ലാഹോറിൽ ഇന്ന് രാവിലെ സ്ഫോടനമുണ്ടായത്. 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു, ആരാണ് സ്ഫോടനത്തിന് പിന്നിൽ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സ്ഫോടക വസ്തുക്കളുമായി പറന്ന ഡ്രോൺ തകർന്നാണ് സ്ഫോടനം ഉണ്ടായതെന്ന സംശയവും പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് ലാഹോർ, കറാച്ചി, സിയാൽകോട്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. വാൾട്ടൺ എയർഫീൽഡിനോട് ചേർന്നാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. എയർഫീൽഡിനോട് ചേർന്ന ഗോപാൽ നഗർ, നസീറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്ത്യക്കെതിരായ യുദ്ധത്തിനായി സൈന്യം ലാഹോറിൽ കേന്ദ്രീകരിക്കുന്നതിനിടയിലാണ് സ്ഫോടനം. ഒപ്പം എയർഫീൽഡ് പോലെ തന്ത്രപ്രധാനമായ മേഖലയിലാണെന്നതും സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലാഹോറിലെ സ്ഫോടനത്തിന് പിന്നാലെയാണ് കറാച്ചിയിലും അല്പസമയം മുമ്പ് സ്ഫോടനമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല, പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒരു ഡ്രോൺ ആക്രമണം ആണ് എന്നാണല്ലോ. ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ പാകിസ്ഥാൻ? പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരീകരിക്കുവാൻ ഇന്ത്യക്ക് അതിനുള്ള ചങ്കുവപ്പുണ്ട്. അത് മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്താറുമില്ല. മഞ്ജുഷ, ഇതുവരെയും അത്തരമൊരു ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യക്ക് നേരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. സ്വാഭാവികമായും പാകിസ്ഥാനിലെ ഏത് ആക്രമണം നടന്നാലും പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രവൃത്തി അത് ഇന്ത്യയാണ് അതിന് പിന്നിൽ എന്ന് പറയുകയാണ്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം അത്രത്തോളം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇന്നാണ് ലാഹോറിൽ രാവിലെയാണ് 3 സ്ഫോടനം ഉണ്ടായത്. അതും വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം 3 ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇന്റർനാഷണൽ ഏജൻസികളടക്കം റോയിറ്റേഴ്സും അൽ ജസീറയും അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. പാക് മാധ്യമങ്ങളിലും ഈ വാർത്തകൾ വ്യാപകമായി തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ പാക് സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അവിടെയും ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ സൂചന. തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും രണ്ടാമത്തെ വലിയ നഗരവുമാണ് ലാഹോറെങ്കിൽ കറാച്ചിയിലേക്ക് അല്പസമയത്ത് മുമ്പ് കറാച്ചിയിലും സ്ഫോടനമുണ്ടായി. കറാച്ചിയിലെ സ്ഫോടനം ഒരു വീടിന്റെ മുകളിലേക്കാണ്, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മുകളിലേക്കാണ് ഈ സ്ഫോടക വസ്തു വന്ന് വീണത്. അവിടെയും എത്ര പേർ മരണമടഞ്ഞു എന്നോ എത്ര പേർക്ക് പരിക്കേറ്റു എന്നൊന്നും സ്ഥിരീകരിക്കാൻ പാക് സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ എടുക്കുകയും അത് പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഉപകരണത്തിന്റെ മെറ്റൽ പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഈ യന്ത്രഭാഗങ്ങൾ ഡ്രോണിന്റെ യന്ത്രഭാഗങ്ങളാണെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. എന്നാലും അക്കാര്യത്തിലുമൊക്കെ സ്ഥിരീകരണം ആവശ്യമാണ്. ഒരു സ്ഥലത്ത് ബലൂചിസ്ഥാനിൽ 14 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 14 സൈനികർ, പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷന്റെ ഒരു പ്രധാനപ്പെട്ട അധികാരി അടക്കമുള്ള 14 പേരാണ്, സൈനികരാണ് രണ്ടിടത്തായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് നടന്നതാണോ ഇന്നലെ നടന്നതാണോ ആക്രമണം എന്ന് സംബന്ധിച്ചാണ് ഇനി സ്ഥിരീകരണം ലഭിക്കാനുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ഇത് പാക് സൈനിക വാഹനമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിനു നേരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ ആ വാഹനത്തിൽ അപ്പോൾ ഉണ്ടായത് 12 പേരാണ്. ആ 12 പേരും തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. ആ സ്ഫോടനം കണ്ടാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അത്രത്തോളം തീവ്രമായ സ്ഫോടനമാണ് ആ വാഹനത്തിനു നേരെ ഉണ്ടായത്. 12 പേരും മരിക്കുകയായിരുന്നു. ഇത് ഏത് സമയത്തുണ്ടായ ആക്രമണം, ഇന്ന് രാവിലെയാണോ ഇന്നലെയാണോ എന്നതിൽ മാത്രമാണ് ഇനി സ്ഥിരീകരണം വരാനുള്ളത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ 5 മിനിറ്റോളം നീളുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വളരെ വിശദമായി തന്നെ ദൃശ്യങ്ങളുണ്ട്. ദൃശ്യങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി
വേണ്ടി ആവണം അവർ അത്തരം വിശദമായ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങളിൽ ഒരു സൈനിക വാഹനം കടന്നു വരുന്നതും സൈനിക വാഹനത്തിൽ പെട്ടെന്ന് സ്ഫോടനത്തിൽ തകർന്ന് പൂർണ്ണമായും തരിപ്പണമാകുന്നതും ഒക്കെ കാണാൻ കഴിയും. ഇന്ന് രാവിലെയാണ് ലാഹോറിൽ 3 സ്ഫോടനം ഉണ്ടായത്. ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായത്. അതും എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും ആ യുദ്ധത്തിന് വേണ്ടി പാകിസ്ഥാൻ സേന കേന്ദ്രീകരിക്കാനൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ട്രൂപ്പുകളൊക്കെ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ലാഹോറിലാണ്. അപ്പോൾ ആ സേന ലാഹോറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനിടയിൽ തന്നെയാണ് ലാഹോറിൽ 3 സ്ഫോടനം നടക്കുന്നത്. അതും തന്ത്രപ്രധാന മേഖലയായ എയർഫീൽഡിന് തൊട്ടടുത്ത് തന്നെ ഇത്തരം സ്ഫോടനം നടക്കുന്നു എന്നതും ഇതിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ എന്തായാലും ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായിട്ട് തന്നെ അവിടെ പ്രതിരോധം തീർക്കുന്നുണ്ട്. അതാണല്ലോ പാക് സൈനികരെ ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാഹോറിലെയും കറാച്ചിയിലെയും സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെയാണ് എന്നാണോ ഇപ്പോൾ പൊതുവെയുള്ള നിഗമനം വരുന്നത്? അങ്ങനെയാണോ പാക് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നത്? മഞ്ജുഷ, ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങളും ഔദ്യോഗികമായി തന്നെ അവർ പുറത്തുവിട്ടത്. അവരുടെ വക്താവ് തന്നെയാണ് ഇത് അറിയിച്ചത്. എന്നാൽ ലാഹോറിലും കറാച്ചിയിലും നടത്തിയ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നത് ഏതെങ്കിലും സംഘടനകൾ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായി ചില സംഘടനകളുടെ വാർത്തകളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തകളല്ല. അതുകൊണ്ടാണ് അത്തരം വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയാത്തത്. അത്തരം ചില പ്രാദേശിക മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചില സംഘടനകൾ ഏറ്റെടുത്തു എന്ന മട്ടിലൊക്കെ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, അവിടുത്തെ 3 പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും ആശീർവാദത്തോടു കൂടി അവർ നട്ടുവളർത്ത് വലുതാക്കുന്ന 3 ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റിവിടാനായി വളർത്തുന്ന 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ലഷ്കർ-e-തോയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദീനായാലും ഈ 3 സംഘടനകളും ഇപ്പോൾ കടുത്ത അമർഷത്തിൽ കൂടിയാണ്. കാരണം അവരുടെയൊക്കെ പ്രധാനപ്പെട്ട താവളങ്ങൾക്ക് നേരെ, കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയൊക്കെയാണ് അവിടെ ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് പാകിസ്ഥാൻ സേന എവിടെയായിരുന്നു, ഈ സമയത്ത് ISI എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഇത്തരം സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ട് എന്ന സംശയവും ശക്തമാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാകിസ്ഥാനിൽ 2ഇടത്താണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. പ്രധാന നഗരങ്ങളായ ലാഹോറിലും കറാച്ചിയിലുമാണ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ലാഹോറിൽ മാത്രം 3 സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടായി. അല്പസമയം മുമ്പ് കറാച്ചിയിലും സ്ഫോടനം ഉണ്ടായി. പാകിസ്ഥാൻ നടുങ്ങിയിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുമില്ല, ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഡ്രോൺ ആക്രമണമാണ് എന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ദൃശ്യങ്ങൾ കാണുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണമാണ്. അതവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാക് സൈനികരെ വധിച്ചു. കുഴിബോംബ് സ്ഫോടനമാണ് ഉണ്ടായത്. 12 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ. ആഭ്യന്തരമായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാന് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് കറാച്ചിയിലും ലാഹോറിലും സ്ഫോടനം നടക്കുകയും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുവാൻ സർവകക്ഷി യോഗം ചേർന്നു. ഡൽഹിയിലായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത്. കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ കോൺഗ്രസ് അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിന് ഒപ്പം നിൽക്കുന്നതായി യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. जो उन्होंने कहा वो हमने सुना। देश के हित में उन्होंने कहा कि कोई चीज कॉन्फिडेंशियल है, रक्षा के विषय में हम उसको अब नहीं कह सकते, ये उन्होंने कहा। सभी ने ये बताया कि इस घड़ी में
इस संकट के घड़ी में हम सब आपके साथ हैं और आप जो काम कर रहे हैं करते रहिए और देश के हित में हम आपके साथ रहेंगे। बस पीएम नहीं थे इस बैठक में। नहीं, ये तो लास्ट टाइम भी हाजिर नहीं थे, इस बार भी नहीं है। ठीक है, ये उनकी मंशा है कि वो समझते हैं पार्लियामेंट के ऊपर है वो, तो ठीक है, जब वक्त आएगा पूछेंगे। लेकिन अब संकट की घड़ी है, इसमें कोई हम किसी को क्रिटिसाइज नहीं करना चाहते। പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല, പക്ഷേ അത് വിവാദമാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സമയം വരുമ്പോൾ ചോദിക്കാമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. അതിനു മുൻപ് ജോൺ ബ്രിട്ടാസ് MPയുടെ ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക്. Many opposition parties opined that it would have been desirable that the Prime Minister were to have come here and address the political parties and taken into conference. And there was also a demand for a special parliament session so that the entire country has been can be taken into conference. And there have been many questions asked with regard to the canards that are being spread by Pakistan with regard to downing 5 jets. But there has been no reply from the government. We feel that government must have meant the political parties to understand and also to take inputs. But nevertheless, every political party, irrespective of the political affiliation, gave wholehearted support. And on behalf of CPM, I said that being a mature democracy, there should not be escalation from our part, and we should do everything to de-escalate the situation. That is something which we need to emphasize on. പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. സുരക്ഷയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഒരു പുതിയ കാര്യം വന്നിട്ടുണ്ടല്ലോ സർവകക്ഷി യോഗത്തിൽ. എത്ര ഭീകരരെയാണ് വധിച്ചത് എന്ന് സർവകക്ഷി യോഗത്തിൽ ചോദ്യമുണ്ടായപ്പോൾ 100 പേരെ വധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു പുതിയ കാര്യമാണല്ലോ, പുതിയ വിവരമാണല്ലോ. അതെ മഞ്ജുഷ, പുതിയ വിവരമാണ്. കാരണം സർക്കാർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു, വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയിരുന്നെങ്കിലും എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിച്ചിരുന്നില്ല. ഇന്നേതായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സാഹചര്യം വിശദീകരിക്കാനാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 90 മിനിറ്റ് നേരമാണ് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. ഇതിൽ രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. അതായത് 9 ഭീകര താവളങ്ങൾ സൈന്യം ആക്രമിച്ചു, അതിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന മറുപടിയാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രതികരണം ആദ്യമായിട്ടാണ്. അതായത് ഈ സർവകക്ഷി യോഗത്തെ സർക്കാർ അറിയിച്ചിരിക്കുന്നു, 100-ലധികം ഭീകരർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു എന്ന് സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, സർക്കാർ ആവർത്തിച്ച് വിശദീകരിച്ചിരിക്കുന്ന കാര്യം, ഇന്ത്യ ഒരിക്കലും വിഷയം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കും എന്ന പ്രതികരണം പോലും ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 90 മിനിറ്റ് നേരം രാജ്നാഥ് സിംഗ് സംസാരിച്ചു. അതിനുശേഷം മറ്റ് കക്ഷികൾ ഓരോന്നായി അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു. പൊതുവായി ഉണ്ടായിട്ടുള്ള തീരുമാനം സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ കോൺഗ്രസിന് വിയോജിപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അക്കാര്യം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിലൊന്ന്, പ്രധാനമന്ത്രി ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, അതിനെയാണ് ചോദ്യം ചെയ്തത്. കാരണം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നപ്പോൾ പോലും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ ജയറാം രമേശ് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേ നിലപാട് ഇന്ന് യോഗത്തിൽ ഏതായാലും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചു. ഒപ്പം നിലവിൽ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റു ചില അംഗങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഒവൈസി ഈ യോഗത്തിന് മുമ്പാകെ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, TRF ആണ് ഈ ആക്രമണം നടത്തിയത്, അവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ TRF-നെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കണം. ഒപ്പം തന്നെ
പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് അസൗദ്ദീൻ ഒവൈസി ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, നേരത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ കൂടിയായ മൗലാന അസറിനെ നേരത്തെ വിട്ടു നൽകിയത് 2000-ലാണ്. അന്ന് കേന്ദ്രം BJP ആണ് ഭരിച്ചിരുന്നത്. അയാളെ തിരികെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതിനായുള്ള സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം കൂടി CPM മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഏതായാലും പൊതുവായി ഉണ്ടായിട്ടുള്ള അഭിപ്രായം എല്ലാ കക്ഷികളും ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ കിരൺ റിജിജു ഈ യോഗശേഷം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ കക്ഷികളും സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുന്നു എന്ന പ്രതികരണമാണ് യോഗശേഷം ഇപ്പോൾ കിരൺ റിജിജുവും നടത്തിയിരിക്കുന്നത്. ശരി, ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ 100ഓളം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് അറിയിച്ചത്. കൃത്യം എണ്ണത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷത്തെ അറിയിച്ചത്. അതേസമയം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ജോൺ ബ്രിട്ടാസ്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള ഒരു അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി വന്നിട്ടില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. കിരൺ റിജിജുവിന്റെ പ്രതികരണമുണ്ട്, അതിലേക്ക്. उसके बाद में सारे पॉलिटिकल लीडर्स ने अपने मत रखा, पार्टी का विचार को और सुझाव भी दिया है. मैं ये मानता हूं कि सारे पॉलिटिकल लीडर्स ने मैच्योरिटी दिखाया है. ऐसे वक्त में जब देश एक बहुत बड़ी चुनौती को हाथ में ले करके काम कर रहे हैं, तो इसमें राजनीति का कोई जगह नहीं है. ये हमारे पूरे पॉलिटिकल पार्टीज ने दर्शाया है और सब लीडर्स ने एक मत से हमारे सेनाओं ने जो कार्रवाई की है ऑपरेशन सिंदूर को लेकर के पूरे बधाई भी दिया और गौरव का एहसास सबको हुआ है और सबने एक जुट में कहा है कि सरकार का हर निर्णय को साथ देंगे, सेना के हर कार्रवाई को साथ देंगे और कोई इसमें विरोधाभास नहीं है. അതേസമയം കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ഷെല്ലിംഗിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്, ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത്. ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന പൂഞ്ച്, ഉറി സെക്ടറുകളിൽ സാഹചര്യം അതിസങ്കീർണമാണ്. സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള ജനവാസ മേഖലയിൽ നിന്ന് ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഇന്നലെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങളും തുടർച്ചയായി ലക്ഷ്യം വെക്കുകയാണ്. മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് വീടുകളും കെട്ടിടങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. ജമ്മു മേഖലയിലെ പൂഞ്ച് സെക്ടറിലാണ് കനത്ത നഷ്ടം. 1971 ശേഷം ചെറുപട്ടണമായ പൂഞ്ചിൽ ഇത്രമേൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യം. പൂഞ്ചിലുണ്ടായ പാക് വെടിവയ്പിലാണ് ലാൻസ് നായിക് ദിനേശ് കുമാർ കൊല്ലപ്പെട്ടത്. സിഖ് വംശജരായ 4 പേരും ഇവിടെ കൊല്ലപ്പെട്ടു. ഷെൽ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രദേശത്ത് കട നടത്തുന്ന അമരീക് സിംഗ്, രഞ്ജിത് സിംഗ്, റൂബി കൌർ എന്നിവരുടെ മരണം. അമരീക് സിംഗിന്റെ കടയുടെ സമീപമുള്ള ഗുരുദ്വാരയും ആക്രമണത്തിൽ തകർന്നു. ഗുരുദ്വാരയിൽ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനായ അമർജിത് സിംഗും കൊല്ലപ്പെട്ടു. 13 പേർ കൊല്ലപ്പെട്ടതായും 59 പേർക്ക് പരിക്കേറ്റതായും സർക്കാർ സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 44 പേരും പൂഞ്ചിലുള്ളവരാണ്. പൂഞ്ചിൽ നിന്ന് ആളുകളെ ചന്ദക്, ലസാന, സനായി, സത്ര എന്നിവിടങ്ങളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിലെ ഉറിയിലും കുപ്വാറിലെ തങ്ദറിലും സാഹചര്യം വ്യത്യസ്തമല്ല. അതിർത്തിയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഉറിയിലടക്കം വാഹനങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. So to ensure that the forces are able to take out any civilian who is in harm's way, the preparedness is there. Let me show you, these are the vehicles kept at the Government Degree College, Baramulla, where hundreds of vehicles, mini taxis have been kept available under a contingency plan to ensure that any person who feels stranded or if there is a need to relocate people living close to the line of control, that these vehicles prove a critical lifeline. Several of these drivers, these buses have been kept and stationed here to move any person living in the line of control. This is Government Degree College, Baramulla, where all of these vehicles have been kept stranded, waiting. National Desk, News 18. അതിനിടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് നുഴഞ്ഞുകയറ്റക്കാരനെ BSF വധിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ മാംഡോട്ട് ബ്ലോക്കിലാണ് നുഴഞ്ഞുകയറ്റം ഇന്ത്യൻ സേന നിർവീര്യമാക്കിയത്.
പഞ്ചാബിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സേന. അമൃത്സർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളാണ് വെടിവെച്ചിട്ടത്. ചൈനീസ് നിർമ്മിത മിസൈലുകളാണ് ഇവ. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പൂഞ്ചിൽ ഇന്നലെ നടന്ന പാക് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ 13 ഇന്ത്യക്കാരാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 44 പേർക്ക് പരിക്കേറ്റതായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇന്ത്യൻ അതിർത്തിയിലേക്ക് മിസൈൽ തൊടുത്തുവിടുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണല്ലോ നിർവീര്യമാക്കിയത് ഇന്ത്യ. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ചൈനീസ് നിർമ്മിത മിസൈലിന്റെ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. എന്തായിരുന്നു പാകിസ്ഥാന്റെ ഈ നീക്കം? അതേസമയത്ത് തന്നെ ഷെല്ലാക്രമണം നടത്തി ഇന്ത്യയിലെ സാധാരണക്കാരായ അതിർത്തിയിലെ ഗ്രാമീണരെ ലക്ഷ്യമിട്ട് അവരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള തിരിച്ചടിയാണല്ലോ പാകിസ്ഥാൻ നൽകുന്നത്. ഭീരുക്കളെ പോലെയുള്ള തിരിച്ചടി. ഷെല്ലാക്രമണം ഇന്നും ഉണ്ടായിരുന്നു, അതോ ഇന്നലത്തെ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ വിവരങ്ങളാണോ ഇന്ന് വിദേശ മന്ത്രാലയം പുറത്തുവിട്ടത്? മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് അതിർത്തി മേഖലകളിലെ ഷെല്ലാക്രമണം ഇന്ന് കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് സൈനിക കേന്ദ്രങ്ങൾ ഇതുവരെ നൽകിയ വിവരം. ഇതിനിടയിലാണ് പാകിസ്ഥാൻ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഷെല്ലാക്രമണത്തിനും ഒപ്പം മിസൈൽ ആക്രമണത്തിൻ്റെയും കൂടുതൽ സാഹചര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിനകം 2 ഇടങ്ങളിൽ നിന്നാണ് ഈ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഒന്ന്, പഞ്ചാബിലെ അമൃത്സറിൽ പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈൽ ഇന്ത്യൻ പ്രതിരോധ സേന തകർത്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ചൈനീസ് നിർമ്മിത മിസൈലാണ് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ഇതിൻ്റെ മോഡൽ നമ്പർ അടക്കം വ്യക്തമാകുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം നേരത്തെ അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന പാകിസ്ഥാന് കൈമാറിയ മിസൈലുകളിലൊന്നാണ് ഇന്ത്യ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടത്. ഒപ്പം രാജസ്ഥാനിൻ്റെ ചില മേഖലകളിൽ നിന്നും റോക്കറ്റ് അവിടെ ഗ്രാമവാസികൾക്കിടയിൽ ഗ്രാമത്തിലേക്ക് വീണ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ ബോർഡറുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമവാസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ വ്യാപകമായ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. അത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി ചെറുത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം സാധാരണക്കാരെ ആക്രമിക്കുകയാണ്. അത് അതിർത്തി മേഖലകളിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നീക്കമാണ്. അതിനെ ചെറുക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമായി ഇടപെടുന്നുണ്ട്. ശക്തമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ പാക് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മിസൈൽ അടക്കമുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ അതിർത്തിയിൽ സജ്ജമാക്കിയിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിർത്തിയിൽ സജ്ജമാക്കിക്കൊണ്ടാണ് നമ്മുടെ സൈന്യവും പ്രതിരോധ സംവിധാനങ്ങളും മുന്നോട്ട് പോയത്. അത് ഫലം ചെയ്യുന്നു എന്ന് വേണം നിലവിലെ ഈ സാഹചര്യം നിന്ന് വ്യക്തമാകും. ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ പായിക്കുകയായിരുന്നു. അത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണല്ലോ സജിത്ത്, കൂടുതൽ ദൃശ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് സാറ്റലൈറ്റ് ഇമേജുകളാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് എന്ന്. ആക്രമണത്തിന് മുൻപുള്ള ദൃശ്യങ്ങളും അതിനുശേഷമുള്ള ദൃശ്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ പുറത്തു വന്നവയിൽ. യെസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് മഞ്ജുഷ. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സേനയോ ഇന്ത്യൻ സർക്കാർ അധികൃതരോ അല്ല, മറിച്ച് സ്വകാര്യ കമ്പനികളും സാറ്റലൈറ്റ് കമ്പനി പുറത്തുവിടുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം അത് എത്ര കണ്ട് അവിടെ നാശനഷ്ടമുണ്ടാക്കി എന്ന കാര്യം. ഒപ്പം തന്നെ റോയിറ്റർ അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ പ്രദേശത്ത് നേരിട്ടെത്തുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ വ്യക്തമാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിൽ കൃത്യമായ മിന്നലാക്രമണമാണ് ഇന്ത്യ നടത്തിയത്. നേരത്തെ സൈന്യം വ്യക്തമാക്കിയതുപോലെ ഒരു ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന കൃത്യത ഈ സൈനിക ആക്രമണത്തിൽ ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ സിവിലിയൻസിന് നേരെ ആക്രമണം നടത്താതെ ഭീകര താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കം അത് അതേ രീതിയിൽ തന്നെ ഫലം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശരിവെക്കുന്നുണ്ട്. ശരിയാണ്, ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഇന്ത്യ തകർത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ തകർന്നു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജുകളായിരുന്നു. ഇതേക്കുറിച്ച് പാക് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക്. The first 2 missiles were fired by India in the premises we are standing, and the other 2 attacks were carried out after a brief gap, and the whole 4 attacks were carried out in less than 10 minutes.
So 4 buildings have been demolished. One is the admin block just behind you, and the mosque behind me, and additionally 2 residences. സജിത്ത്, ഇത് ബഹാവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം, അവിടെ മൗലാന അസറിന്റെ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. അവിടെ നിന്നുള്ള ദൃശ്യമല്ലേ ഇപ്പോൾ കണ്ടത്? അതെ, ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് നടത്തിയ മിന്നലാക്രമണമാണ്. 4 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ അവിടുത്തെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത്. പാകിസ്ഥാനിലെ അവിടുത്തെ പ്രാദേശിക സർക്കാരിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറുടെ വാക്കുകളാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നു അവിടെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ അവിടെ വ്യാപകമായ നഷ്ടമുണ്ടായെന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവ്. അത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ആ തരത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നായിരുന്നു അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഈ ബഹവൽപൂരിലെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. അവിടെ കേന്ദ്രീകരിച്ച് കൊണ്ട് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, അവിടുന്ന് ഭീകരവാദത്തിന് വേണ്ടി, തീവ്രവാദത്തിന് വേണ്ടി യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്ന നീക്കങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. അതിൻ്റെ ഇടമാണ് നശിക്കപ്പെട്ടത്. ഒപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു കേന്ദ്രം കൂടി ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടിയും പുറത്തു വന്നിട്ടുണ്ട്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ പാകിസ്ഥാൻ ഇനി ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ഇന്ത്യ പുറത്തുവിട്ട തെളിവുകളല്ല, സ്വകാര്യ കമ്പനികൾ പോലും തെളിവുകൾ പുറത്തുവിടുകയാണ്. ഏത് രീതിയിലാണ് ഇന്ത്യയുടെ മിന്നലാക്രമണം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തത് എന്ന്. അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും അബദ്ധജടിലമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം. ഇതേക്കുറിച്ച് ഒരു TV ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോഴാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ കണ്ടാണ് എന്ന്. അതായത് പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാണ്. ഇതാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. You've just brought up the fact that India lost some fighter jets. So let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. And they have admitted, their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. ഇതാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. ഇന്നലെ മുഴുവനും പാക് മാധ്യമങ്ങളും, അതുകൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജനറൽ അസംബ്ലിയിലും പറഞ്ഞ കാര്യം ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാക് സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ വിജയമായും അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അത് വെറുതെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ വിമാനം പോലും വെടിവെച്ചിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. വിജയകരമായിട്ട് ഭീകര ക്യാമ്പുകൾ തകർത്തതിന് ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ച് ഉണ്ട് നാട്ടിൽ. അതല്ലാതെ ഒരു ഫൈറ്റർ ജെറ്റും വെടിവെച്ചിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ പാകിസ്ഥാന് ഇപ്പോഴാണ് അതിന് നേരം കിട്ടിയത്. അതുമാത്രമല്ല, ഇപ്പോഴും ഇതേക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ടി ജി സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഈ വിഷയത്തിൽ പാകിസ്ഥാൻ തികച്ചും ദുർബലമായി പോയല്ലോ. തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പാക് മന്ത്രി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു മാധ്യമവും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഇല്ല, ഒരിടത്തും ഉണ്ടായിരുന്നുമില്ല. അതെ മഞ്ജുഷ, ഈ സംഭവങ്ങളുടെ തുടക്കം മുതൽ, ഇന്ത്യ നടത്തിയ പെഹൽഗാം സംഭവത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ മീഡിയയും സമൂഹ മാധ്യമങ്ങളിലും അടക്കം ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് ഒന്നുകൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗമാവട്ടെ ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യയുടെ 2 ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം പാകിസ്ഥാൻ മീഡിയയും പാകിസ്ഥാനും ഉന്നയിക്കുന്നത്. പിന്നീട് അവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഖാജ ആസിഫ് അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്, ചുമതലപ്പെട്ട മന്ത്രിയാണ്, പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം തന്നെ
അവകാശപ്പെടുന്നു ഇങ്ങനെ 2 ഇന്ത്യൻ ഫൈറ്റ് ജെറ്റുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന കാര്യം. അവിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് തെളിവുകൾ ചോദിക്കുന്നത്. നമുക്കറിയാം ഇത്തരം പോരാട്ടങ്ങൾ പലപ്പോഴും രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തെളിവുകൾ സമർപ്പിക്കേണ്ടി വരും. അത് കൃത്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഇന്ത്യയുടെ നീക്കങ്ങളും വ്യക്തമാക്കിയത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് ഇന്ത്യയും പോയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ആവട്ടെ ഇത് സംബന്ധിച്ച തെറ്റായ വാർത്തകളും തെറ്റായ നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിലൊന്നായിരുന്നു 5 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന കാര്യം. അവിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിൻ്റെ തെളിവ് എവിടെയെന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അതിന് ഒരു ഭരണാധികാരി നൽകിയ മറുപടിയാവട്ടെ അത് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന ചോദ്യം അത് ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് പ്രചരണം നടത്തുന്നത് എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അതിനപ്പുറം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ വാദം മുനയൊടിയുന്നു എന്ന കാര്യം കൂടിയാണ് പ്രസക്തമാവുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആ ചോദ്യത്തിൽ അഭിമുഖത്തിൽ തന്നെ അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇത്തരം മറുപടിയല്ല വേണ്ടത്, വളരെ ഓതന്റിക് ആയ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പക്ഷേ ഖ്വാജ ആസിഫിന് ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. ഖ്വാജ ആസിഫ് പഹൽഗാം ആക്രമണത്തിന് ശേഷം പതിവായിട്ട് അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ അപഹാസ്യനാകുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാൻ ഭീകരതയെ നേരത്തെ പാലൂട്ടി വളർത്തിയിരുന്നു എന്ന കാര്യം സമ്മതിച്ച ഒരാൾ കൂടിയാണ് ഖ്വാജ ആസിഫ്. ഇതിൻ്റെ പേരിലും പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരെ വളർത്തുന്നു എന്ന കാര്യം സമ്മതിച്ചല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി ഖ്വാജ ആസിഫ് നാണക്കേടിന്റെ പടുകുഴിയിൽ വീണ ആളാണ്. ഇപ്പോൾ അടുത്ത പ്രസ്താവനയുമായി ഖ്വാജ ആസിഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കൂടി നോക്കാം. പാകിസ്ഥാനുമായി സംഘർഷം രൂക്ഷമാകുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. മേഖലയിൽ രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ 17 ജില്ലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവരും നിരീക്ഷണത്തിലാണ്. പാക് സംഘർഷ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് നേതാക്കളിൽ നിന്ന് പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ ജാഗ്രതാ നിർദ്ദേശം. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ 2 ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. കനത്ത മഴയെ തുടർന്നാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഇത് റംബാൻ മേഖലയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചമ്പാസേരിയിൽ നേരിയ മണ്ണിടിച്ചിലുമുണ്ടായി. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് നേരത്തെ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചിരുന്നു. പാകിസ്ഥാനിൽ ഓഹരി വിപണികൾ ഇടിയുകയാണ്. കറാച്ചി ഓഹരി വില സൂചിക കഴിഞ്ഞ 2 ദിവസത്തിനിടെ 10% ഇടിഞ്ഞത്. ഇടയ്ക്ക് വൻ വിലയിടിവ് തടയാൻ ഇന്ന് അല്പസമയം വ്യാപാരം നിർത്തിവെക്കേണ്ടിയും വന്നു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിപണിയിൽ പരിഭ്രാന്തി പടർന്നത്. ഇന്നലെ 6%, ഇന്ന് ഇതുവരെ 4%-മാണ് ഓഹരി വിപണി ഇടിഞ്ഞത്. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് തലവൻ ഷെയ്ഖ് സജാദ് ഗുൾ പഠനത്തിനായി കേരളത്തിലും എത്തി. ബംഗളൂരുവിൽ MBA പഠനത്തിന് ശേഷം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് ഗുൾ കേരളത്തിലെത്തിയത്. കശ്മീരിൽ മടങ്ങിയെത്തി ലാബ് സ്ഥാപിച്ച ഗുൾ പിന്നീട് തീവ്രവാദത്തിലേക്ക് തിരിയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. കേരളത്തിലെ ഇയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി സ്വാഭാവികമായും അന്വേഷിച്ചു വരികയാണല്ലോ. എന്തെല്ലാം വിവരങ്ങളാണ് ഇയാളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്? ഇക്കാര്യത്തിൽ NIA-യുടെ അന്വേഷണത്തിനിടയിലാണ് ഇയാളുടെ നീക്കങ്ങൾ സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ ലഭ്യമായത്. ഇതിനിടയിലാണ് ശ്രീനഗറിൽ ജനിച്ച ഇയാൾ BSc പഠനത്തിന് ശേഷം ബംഗളൂരുവിൽ MBA പഠിക്കാനെത്തി. അതിനുശേഷം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനെത്തിയത് കേരളത്തിലാണ് എന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ NIA ശേഖരിച്ചത്. പക്ഷേ കേരളത്തിൽ ഏത് ജില്ലയിലാണ്, ഏത് കാലഘട്ടത്തിൽ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ വിവരത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും NIA-യുടെ ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസും അന്വേഷണം വിവരശേഖരണം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഏത് ജില്ലയിലായിരുന്നു, ഏത് കാലഘട്ടത്തിലായിരുന്നു ഇയാളുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായത് എന്നത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻ പഠനത്തിന് ശേഷം ഇയാൾ തിരികെ കശ്മീരിലേക്ക് എത്തുകയും കശ്മീരിൽ പിന്നീട് ലാബ് ആരംഭിക്കുകയും, പക്ഷേ ഇതിന് ഇടയിലാണ് പിന്നെ തീവ്രവാദ ബന്ധങ്ങളിലേക്ക് ഇയാൾ കടക്കുന്നത്. ഷെയ്ഖ് സജാദ് ഗുൾ തീവ്രവാദ ബന്ധത്തിലേക്ക് കടക്കുന്നത് ഈ ലാബ് ടെക്നീഷ്യനായുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ്. അതായത് തീവ്രവാദികൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്ത് നൽകുന്ന ഒരാളെന്ന രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ 2002-ൽ
ഡൽഹിയിൽ വെച്ച് RDXുമായി പിടിയിലാവുന്നു. 2003 പിന്നീട് ജയിലിലേക്ക് പോവുകയായിരുന്നു. 10 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം തിരികെ ഇയാൾ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള മടങ്ങിവരവ് 2019 ഈ പുതിയ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ടായിരുന്നു. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ടായിരുന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ സഹായത്തോടെയുള്ള ഈ സംഘടനാ രൂപീകരണമാണ് പിന്നീട് 2020 മുതൽ 2020 മുതലുള്ള കാലഘട്ടത്തിൽ വ്യാപകമായ ആക്രമണങ്ങൾ, തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിന് ഇടവെച്ചത്. ഏറ്റവും ഒടുവിൽ പഹൽഗാമിലെ ഭീകരവാദി നീക്കത്തിലടക്കം ഇയാളുടെ മുഖ്യ പങ്കാണ്, മുഖ്യ ആസൂത്രകൻ എന്നതാണ് NIA-യുടെ കണ്ടെത്തൽ. എന്തായാലും ഇയാളുടെ കേരള ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. പഠന ആവശ്യത്തിനു വേണ്ടി എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇയാൾ വന്നത്, പഠിച്ച സ്ഥലം ഏതാണ്, ഏത് കാലഘട്ടം, 1990-കളിലാണ് ഇയാൾ കേരളത്തിലെത്തിയത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇത് സംബന്ധിച്ച വിവരശേഖരത്തിലേക്ക് കേരള പോലീസും കടന്നു കഴിഞ്ഞു. വളരെ ഗൗരവമായ അന്വേഷണമാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്നത്. സജാദ് ഗുൾ കേരളത്തിലും എത്തിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യാജ പ്രചാരണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ പടച്ചുവിടുന്നത്. അതിനാൽ തന്നെ ഫാക്ട് ചെക്കർമാരുടെ റോളും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ വാർത്തയും വരുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും വിമാനത്താവളങ്ങളാണ് അടച്ചത്. മറ്റന്നാൾ രാവിലെ 5:30 വരെ അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയത്. ഇന്ന് മാത്രം 430 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ട് ചെക്കർമാരുടെ റോളും വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശക്തമാകുന്നതിനിടെ നിരവധി വിദ്വേഷ പ്രചാരണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ വരുന്നത്. അതിൽ ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചടിച്ചത് മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കറാണ്, മാധ്യമപ്രവർത്തകനാണ്. ഇദ്ദേഹം നുണകൾ പൊളിച്ചടുക്കിയതിന്റെ പേരിൽ മുൻപ് ഭരണകൂട വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നയാളാണ് മുഹമ്മദ് സുബൈർ. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ പ്രചാരണങ്ങൾ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നതും സുബൈറാണ്. കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഭീകരതയ്ക്ക് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയത് ഇന്ത്യൻ സേനയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചടുക്കി തിരിച്ചടിച്ചത് മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കർ മാധ്യമ പ്രവർത്തകനാണ്. ഇതേ മുഹമ്മദ് സുബൈർ തന്നെയല്ലേ അത് എന്ന് ചിലർക്ക് സംശയം തോന്നാം. അതെ, ചിലർക്ക് ഒരു കാലത്ത് വില്ലനായിരുന്ന, മറ്റു ചിലർക്ക് നായകനായിരുന്ന അതേ മുഹമ്മദ് സുബൈർ തന്നെയാണ്. അതിലേക്ക് നമുക്ക് എന്തായാലും പിന്നീട് വരാം. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം. ഹീറോയായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് സുബൈർ. ഓൺലൈൻ ഹീറോ, വിവര യുദ്ധ തലവൻ തുടങ്ങിയ വിശേഷണങ്ങളാണ് സോഷ്യൽ മീഡിയ ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ കൂടിയായ മുഹമ്മദ് സുബൈറിന് നൽകുന്നത്. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതിന് പിന്നാലെ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി വ്യാപകമായ വ്യാജ പ്രചരണമാണ് നടന്നത്. റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, ഇന്ത്യൻ പട്ടാളക്കാരനെ കൊന്നു, ശ്രീനഗറിലടക്കം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി തുടങ്ങിയ വാർത്തകൾ, ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സഹിതമാണ് ഇവർ നൽകിക്കൊണ്ടിരുന്നത്. മുൻ ഇന്ത്യൻ സൈനിക ഓഫീസർ, പ്രതിരോധ വിദഗ്ധൻ, കടുത്ത ഇന്ത്യൻ ദേശീയവാദി, രക്തത്തിൽ പോലും ഇന്ത്യ എന്ന വികാരം ഉൾക്കൊള്ളുന്നവർ, കോൺഗ്രസ് പ്രവർത്തകൻ, അങ്ങനെ പല പല വിശേഷണങ്ങളാണ് ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്ക് നൽകിയിരുന്നത്. ഈ പ്രൊഫൈലുകൾ വഴിയായിരുന്നു പ്രചരണം. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഹമീദ് മിർ അടക്കം ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തു എന്നു. ഏതു സമയവും ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. തിരിച്ചടി ഉണ്ടായാൽ അതിന് പ്രചരിപ്പിക്കേണ്ട വിഷ്വൽസും അതിന് പ്രചരിപ്പിക്കേണ്ട ഫോട്ടോയും വാർത്തയും ഈ വ്യാജ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ അവർ തയ്യാറാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആ മട്ടിലാണ് എപ്പോഴാണോ ഇന്ത്യൻ ആക്രമണം ഉണ്ടായത് അതിന് തൊട്ട് പിന്നാലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന വ്യത്യസ്തമായ എക്സ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം, സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലൊക്കെ നിറയെ സ്റ്റോറികളാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. മുൻകൂട്ടി തന്നെ എന്തായാലും പാകിസ്ഥാൻ തയ്യാറാക്കിയിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇത്തരം വ്യാജം പ്രചരിപ്പിക്കണമെന്ന്. ഇത് ഓരോന്നും എടുത്ത് ഫാക്ട് ചെക്ക് നടത്തി പാകിസ്ഥാൻ കള്ളം പറയുകയാണെന്ന് അതിനെ പൊളിച്ചടുക്കി പറഞ്ഞത് ശ്രീ മുഹമ്മദ് സുബൈറാണ്. രാത്രി മുതൽ തന്നെ മുഹമ്മദ് സുബൈറും ടീമും ജോലി തുടങ്ങിയിരുന്നു. ആൾട്ട് ന്യൂസിൽ ഓരോരോ വാർത്തകളായി വന്നുകൊണ്ടിരുന്നു. ഓരോ ചിത്രങ്ങൾക്കും
വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്, എന്നാണ് ഈ അപകടം നടന്നത്, ഏത് വിമാനത്തിൻ്റെ ചിത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, ഏത് സൈനികൻ എന്ന് കൊല്ലപ്പെട്ടതിൻ്റെ ചിത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുഹമ്മദ് സുബൈറും ആൽഫ് ന്യൂസും പരസ്യമാക്കി. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ നീണ്ട ലിസ്റ്റും ഇവർ പുറത്തുവിട്ടു. ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ നിജസ്ഥിതി തിരിച്ചറിയാൻ വേണ്ടി ആശ്രയിച്ചത് ഈ മുഹമ്മദ് സുബൈറിനെ ആണ്. താനിത് പുതുതായി ചെയ്യുന്നൊന്നുമല്ലെന്നും വർഷങ്ങളായി ചെയ്യുന്ന ജോലിയാണ് ഇതെന്നൊക്കെയാണ് മുഹമ്മദ് സുബൈറിൻ്റെ പ്രതികരണം. ഇന്ത്യ സംയമനം പാലിച്ച ഈ ആക്രമണത്തിൽ 90% വ്യാജ വിവരങ്ങളും വരുന്നത് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണെന്നും സുബൈർ തന്നെ പറയുന്നു. ഗാസ യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങൾ മുതൽ ഇന്ത്യൻ വിമാനങ്ങൾ മുമ്പ് തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ വരെ ഉപയോഗിച്ചാണ് ഇവർ പ്രചരണം നടത്തുന്നതെന്നും തെളിവുകൾ നിരത്തിയാണ് സുബൈർ വാദിച്ചത്. പാകിസ്ഥാൻ ഒരു ഭാഗത്ത് സംഘടിതമായി ഇത് ചെയ്തുവെങ്കിൽ അതിന് മറുമരുന്നായി ഇന്ത്യയിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു പാകിസ്ഥാൻ്റെ അവകാശവാദം തെറ്റാണെന്ന്. പാകിസ്ഥാൻ സേനയെ തകർത്തത് ഇന്ത്യൻ സൈന്യമാണെങ്കിൽ, അവർക്ക് നേരെ തിരിച്ചടിക്കുന്ന ഇന്ത്യൻ സൈന്യമാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ സൈബർ ആക്രമണങ്ങളെ നേരിടാൻ മുഹമ്മദ് സുബൈറിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് മുന്നിലേക്ക് വന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ സംശയത്തിലേക്ക് നീങ്ങാം. അതുതന്നെയാണ്, അതേ മുഹമ്മദ് സുബൈർ തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയവും ഇന്ത്യയിലെ വിവിധ സർക്കാരുകളും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഒന്നിനു പിറകെ ഒന്നായി കേസുകളിൽ കൊടുക്കുകയും 1 മാസത്തോളം ജയിൽ കിടക്കുകയും ഒക്കെ ചെയ്ത അതേ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്, അതേ സുബൈർ തന്നെയാണ് ഇന്നിപ്പോൾ രാജ്യത്തിന് ആപത്ത് വന്നപ്പോൾ രക്ഷകനായി നിന്നത്. ഈ മുഹമ്മദ് സുബൈറിനെ പാകിസ്ഥാനി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരുണ്ട്. നിനക്ക് പാകിസ്ഥാനിൽ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ മുന്നിലാണ് ഇന്നിപ്പോൾ ഹീറോ ആയി നിൽക്കുന്നത്. തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നുള്ള വ്യാജ അവകാശവാദങ്ങളും വാർത്തകളും ഒക്കെ നിരവധി തവണ വസ്തുതകൾ നിരത്തിയാണ് ഈ മുഹമ്മദ് സുബൈർ പൊളിച്ചടുക്കിയത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവരുടെ കണ്ണിലെ കരടായി മാറിയത്. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ട്വീറ്റിൻ്റെ പേരിലടക്കം ഹിന്ദു മതത്തെ അപമാനിച്ചെന്ന പേരിൽ മുഹമ്മദ് സുബൈറിനെതിരെ കേസ് നേരിടേണ്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് എന്നതോർക്കണം. എന്തായാലും ഇന്ത്യ അപകടത്തിൽ നിന്നപ്പോൾ, ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണം നടന്നപ്പോൾ ആ രാത്രി അതേ മണിക്കൂറിൽ തന്നെ ഉണർന്നിരുന്ന് തൻ്റെ ടീമിനെ മുഴുവൻ വർക്ക് ചെയ്യിച്ചുകൊണ്ട് ഓരോ വാർത്തയുടെയും ഓരോ വിഷ്വൽസിൻ്റെയും ഓരോ ചിത്രങ്ങളുടെയും ഓരോ വീഡിയോയുടെയും പിന്നിലെ യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും തുടർച്ചയായി ഇത്തരം ഹാൻഡിലുകളുടെ ലിസ്റ്റ് അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് പാകിസ്ഥാൻ്റെ ഒരു മാസ്റ്റർ പ്ലാനെയാണ് മുഹമ്മദ് സുബൈർ പൊളിച്ചടിക്കിയത്. ഇപ്പോൾ തികച്ചും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഹീറോ ആയി തന്നെ മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കർ മാധ്യമപ്രവർത്തകൻ മാറുന്നു എന്നത് കാലത്തിൻ്റെ ഒരു കാവ്യ നീതി കൂടിയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ഇതുവരെ കാണാം.